ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസമിൻ്റെ വ്ളോഗ്സ് ആൻഡ് ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയുള്ളതൊന്നുമില്ല, ഉച്ച തുടങ്ങി ഒരു ഈവനിങ് വരെ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭാവിക്ക് ഫുഡ് കൊടുക്കാനിരുന്നു കേട്ടോ. അവന് കൊടുക്കാൻ കുറേ നേരം വേണം, ഒരുപാട് ടൈം എടുത്തിട്ടാട്ടോ ഫുഡ് കഴിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക കുട്ടികളും ഇങ്ങനെയായിരിക്കും അല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ കൊടുത്താലേ ആൾ ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുകയും കുറച്ച് കോയിനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടുമ്പോൾ അറിയാതെ ഫുഡും കഴിച്ച് പൊയ്ക്കോളും. അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴാട്ടോ വരാറ്. 1 മണിയല്ല, 1 മണി കഴിയും. അപ്പോൾ ആൾ വന്നു, ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആളൊരു 2 മണി 2:30 ആകുമ്പോഴേക്കും പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഞങ്ങളിതാ പുറത്തൊന്ന് പോകാമെന്ന് കരുതി. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ ചിലപ്പോൾ വാവേനെ ഉറക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉറങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. ആ ഒരു ടൈമിൽ ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇവൻ ഉറങ്ങുന്ന ടൈമാണല്ലോ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ കരുതി ഒന്ന് പുറത്ത് പോവാം. ഞങ്ങളങ്ങനെ ഇച്ചില്ലാതെ പുറത്തൊന്നും പോവാറില്ല. പിന്നെ എന്തോ ഒന്ന് പുറത്ത് പോകണമെന്ന് തോന്നി കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇറങ്ങി. ഇവിടെ നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ചൂടാട്ടോ. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ഈത്തപ്പനയുടെ ഒരു മരം കണ്ടോ, അവിടെ വരെ നമ്മൾ പോകുന്നുള്ളൂ. അവിടെ കാണുന്നതാട്ടോ ഉച്ചയുടെ ഓഫീസ്. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈവനിങ് ആകുമ്പോൾ നല്ല തിരക്കാണ്. ഫുൾ അറബീസും പാകിസ്ഥാനി അങ്ങനെയുള്ളവരൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. നമ്മളുടെ ടൈപ്പ് ഫുഡൊന്നുമല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ആംബിയൻസ് അടിപൊളിയാട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഇച്ചിയുടെ ഓഫീസ് ബിൽഡിങ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ പോകുന്നൊന്നുമില്ല. നമ്മൾ നേരെ കോർണിഷിലേക്ക് പോകാമെന്ന് കരുതി. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവന് ഓടി കളിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ ആട്ടോ, ഇവിടെ ഷിപ്പൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നല്ല വെയിലും ചൂടുമാണ്, അതുകൊണ്ടാട്ടോ ഇപ്പം ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തത്. പിന്നെ എന്തായാലും ഇറങ്ങാമെന്ന് കരുതി. ആൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്, ഓടി കളിക്കാമല്ലോ. പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ, റൂമിൽ തന്നെയല്ലേ നമ്മളെപ്പോഴും. നാട്ടിൽ പോയാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന ബിൽഡിങ് ഇസ്ലാമിക് മ്യൂസിയം ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് എന്നാട്ടോ ഞാൻ കരുതുന്നത്. ഇവിടെ കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് ചുറ്റും ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈവനിങ് വാക്കിനൊക്കെ വരുന്നവരാണെങ്കിൽ അതിന് ചുറ്റും നടക്കുന്നതൊക്കെ കാണാം. ഇപ്പോൾ ചൂടായതുകൊണ്ട് കുറേ കൂടെ രാത്രി ആയിട്ടാട്ടോ അവരൊക്കെ വരുന്നത്. ഞങ്ങളിത് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സിഗ്നൽ ആകുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം, അല്ലാതെ ക്രോസ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. നമ്മളുടെ നാട്ടിലെ പോലെയൊന്നും അല്ല. ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേബീസൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വണ്ടി നിർത്തി തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇന്നിപ്പോൾ വെള്ളം കൂടുതലാട്ടോ. ഇവിടെ ഷിപ്പൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വെള്ളം സാധാ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല കാറ്റുമുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു, കാറ്റൊക്കെ കൊണ്ട്. പിന്നെ ഞങ്ങൾ കരുതി ഇച്ചയുടെ ഓഫീസിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയാൽ, ആളെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് വിൻഡോ ഉണ്ട്, അതിൽ നോക്കിയാൽ നമ്മളെ കാണാനും പറ്റും. അപ്പോൾ അവിടെ പോയിരിക്കാമെന്ന് കരുതി. അപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇച്ചിയുടെ ഓഫീസ്. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ പോയിരിക്കാമെന്ന് കരുതിയിട്ട് വന്നിട്ട് വിളിക്കാം. അപ്പോൾ അവിടെ നിന്ന് വിൻഡോ കൂടെ നോക്കിയാൽ നമ്മളെ കാണാനും പറ്റും. ഇവിടേക്കിപ്പോൾ നല്ല പച്ചപ്പായിട്ട് നിന്നിരുന്ന കേട്ടോ. ഇവിടെ ചൂട് കാരണം ഇപ്പോൾ ആ ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി. ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കണ്ടോ നിൽക്കുന്ന കാണാനായിട്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഞങ്ങൾ മുന്നൊക്കെ ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ വരാറില്ല ചൂട് കാരണം. ഞങ്ങളിതാ ഇവിടെ ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇച്ചയെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളിതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇച്ചി ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇച്ചി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ 6 മണി 7 മണിയൊക്കെ ആവും. അപ്പോൾ അതുവരെയും ഭാവിക്ക് ഇവിടെ നടന്ന് കളിക്കാമല്ലോ. ചൂടുണ്ടെങ്കിലും കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ വണ്ടി കാണാനായിട്ട് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ അത് നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ബെഞ്ചിനൊരു വിടവുണ്ട്. ഇനി ചോർന്നെങ്ങാനും പോയാലോ എന്ന് കരുതി ഞാനൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ നോക്കിയാൽ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ് കാണാം. അത്രയും അടുത്താട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ താഴെ ഇറങ്ങി കളിയൊക്കെ തുടങ്ങി. പിന്നെ ഫുൾ ഓടിക്കളിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും കുറേ നേരം പിന്നാലെയൊക്കെ നടന്നു.
പൊന്ന. ഇവിടെ കുറേ ഈത്തപ്പന നട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവാനുള്ളൊരു പ്രായമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാ ഇതിൽ ഇങ്ങനെ വിളഞ്ഞ് കിടക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ കുറേ ചേട്ടന്മാർ അതിൽ കയറി പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പൊട്ടിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. എന്താ കണ്ടോ അവർ പൊട്ടിക്കുന്നത്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഇച്ചി വിളിച്ചു പോവാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൾ ഓടിക്കളിച്ച് അവശതയായി. പിന്നെ വിയർത്തു കേട്ടോ, നല്ല ചൂടും കൂടിയാണല്ലോ. അപ്പോൾ ഇതാ ക്ഷീണിച്ചിരിക്കുകയാണ്. പിന്നെ അവന് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തു. ഇനി നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണമല്ലോ. ഞങ്ങളിതാ അങ്ങനെ തിരിച്ച് പോവുകയാണ്. നമ്മൾ വന്ന വഴിക്കല്ല, നമ്മൾ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിലെയാണ് പോകുന്നത്. അവിടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്നവരൊക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനും വോളിബോൾ കളിക്കാനും കുട്ടികൾക്ക് സൈക്കിൾ ഓട്ടാനും ഒക്കെ ആയിട്ട്. പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് അമ്മമാരൊക്കെ അവിടെ വന്നിരിക്കും. അപ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനൊക്കെ വിടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈവനിങ് ഇവിടെ വന്നാൽ കാണാം. പിന്നെ ഫുള്ള് ചുറ്റും ആര്യവേപ്പിൻ്റെ മരങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല കേട്ടോ, നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആര്യവേപ്പിൻ്റെ മരം തന്നെയാണ്, കണ്ടോ. ഒട്ടും തിരക്കില്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇതിലേ പോകാമെന്ന് കരുതി ഞങ്ങൾ. ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോൾ അടിച്ച് കൊള്ളണ്ടാന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. നല്ല ചൂടായിരുന്നില്ലേ പുറത്ത്. രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളും ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ചേച്ചി ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാമെന്ന് കരുതി. ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. ഞങ്ങളിതാ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ പലവരും പല ഫുഡാട്ടോ ഓർഡർ ചെയ്യുക. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ കിഴി പൊറോട്ട, കപ്പ ബിരിയാണി. ഇച്ചി എനിക്ക് തോന്നുന്നു നെയ്ച്ചോറും ബീഫ് കറിയോ അങ്ങനെ എന്തോ ആയിരുന്നു കഴിച്ചത്. കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ, ഞാൻ ഇട്ടത് ലേറ്റായിപ്പോയി. അപ്പോൾ ഇവന്മാർ 4 പേരും ഇച്ചയുടെ റൂംമേറ്റാണ്. ഇതിൽ ഒരുത്തൻ ഇപ്പോൾ കുറച്ച് ദിവസത്തൊക്കെ നിൽക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ അവനെനിക്ക് അത്ര പരിചയമില്ല കേട്ടോ. ഇത് ജസീൽ എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവന്മാരൊക്കെ എന്നെ ഫുള്ള് കളിയാക്കലാട്ടോ. അപ്പോൾ അവന് ഭയങ്കര നാണം. എന്നാൽ പിന്നെ ഞാൻ കരുതി ഇവന്മാരെയൊക്കെ ഒന്ന് എടുത്തിട്ടേക്കാന്ന് കരുതി കേട്ടോ വീഡിയോയിൽ. ഇത് സിജോ. അപ്പോൾ ഇവനും ആണെങ്കിലും എന്നെ കളിയാക്കുന്ന കേട്ടോ കാണുന്നത്. ഇതും വേറൊരു ജസീലാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഓഫീസിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഇവർ 4 പേര് ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇവരെ അറിയാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടത്. ഇനി വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും പറയുമെന്നറിയാം. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ ഭാവിക്ക് ഒരു ടോയ് വാങ്ങി കേട്ടോ. കാറെന്ന് പറഞ്ഞ ചെക്കൻ അത്ര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. എനിക്ക് തോന്നുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, എല്ലാം ഒരേ മോഡലൊക്കെ തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, കുറേ നേരം അതൊക്കെ വെച്ച് കളിച്ചോളൂല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡാഡയും മോനും ഒരുമിച്ചിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.